ജ്യോതി ലാബ്സ് വന്നിട്ട് അവരുടെ Q4 റിസൾട്ട് വന്നിട്ട് 7.7% ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു. അതിൽ പ്രോഫിറ്റ് എത്രയാണ് ഉണർന്നിരിക്കുന്നു എന്നാൽ അറൗണ്ട് 12% വന്ന് ഇരിക്കുന്നു. ക്രൂഡ് ഓയിൽ മോർ ദാൻ 100% ആണ്. ഇതിൻ്റെ അടുത്ത് കൂടെ മോർ ദാൻ 100% ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ്. സ്ഥിതിയിൽ FMCGയിൽ ഈ ജ്യോതി ലാബ്സോ അല്ലെ ITCയോ ഇതിൽ ഞാൻ പോകണമെന്ന ആവശ്യം എന്തെങ്കിലും ഉണ്ടാ? നമ്മൾ അതിൽ പോകണ്ട, അതിന് ഒരു ചാൻസ് തരണത് പോലെ ഒരു ഫീലിംഗ് ഇരിക്കുമല്ലേ? 5% വാങ്ങുന്നല്ലേ? ഡിവിഡൻഡ് പറയുന്നത് സാർ. അതെ, ഏത് ഒരു സ്റ്റേബിളായ കമ്പനിക്ക് 5% തരും? പ്രൈസ് കയറുന്നല്ല സാർ. അതിന് BTI കയറും. എന്തുകൊണ്ട് കയറില്ല? കയറും. വില കൂടുതലാ തന്നെ ഇരുന്നാലും HCL പോലത്തെ കമ്പനിയൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പത്തെ കാശിലിരുന്ന് കുറച്ച് കൂടിയത് കാണുമ്പോൾ അങ്ങനെ ഇല്ല. വേറെ FMCG കമ്പനി ഈസ് ഫോർ ദ മാറ്റർ. ഈ FMCG കമ്പനി സാർ അങ്ങനെ നോക്കുമ്പോൾ ITC അത്രയ്ക്കും ഏതൊരു FMCG കമ്പനി വിടുന്നില്ലല്ലേ സാർ? അതന്നെ വിടുന്നില്ല. കാരണം ഗവൺമെന്റ് ടാക്സ് അന്യായമായിട്ട് കയറ്റിയിരിക്കുന്നു. ചൈന സ്മഗ്ലിംഗ് കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ ITC എന്ത് ചെയ്യും? എനിക്ക് വന്നിട്ട് കാശ് എന്നെ ഇങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നു എന്നതാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് റീസണബിൾ വാല്യൂയിൽ കിട്ടും. ജ്യോതിനെ നോക്ക് 600 രൂപയ്ക്ക് കൺസിഡർ ചെയ്തില്ല, 350 രൂപയ്ക്ക് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇപ്പോൾ വാല്യൂ വന്നിരിക്കുന്നു. ആൾറെഡി 30-40% നെഗറ്റീവിലിരിക്കുന്നു. 50% ഫ്രം ഡൗൺ. ഇപ്പോൾ വന്നിട്ട് അവരുടെ ജർമ്മൻ കൊളാബറേറ്ററിനൊപ്പം ഒരു പ്രശ്നമായി. റില്ലെന്ന് പറയുന്ന അവർ വലിയൊരു ബ്രാൻഡ് അവരെ കൈവിട്ട് പോകാൻ പോകുന്നു. റില്ലെന്ന് പറയുമ്പോൾ 10% ഓഫ് അവർ ടേൺ ഓവർ പോകും. അതിന് ബദലായിട്ട് അവർക്ക് 400 കോടി ക്യാഷ് കിട്ടും. ആ ക്യാഷിനെ വെച്ച് അവർ എക്സോയിനെ ഡെവലപ്പ് ചെയ്യും. എക്സോ വെദർ ഇറ്റ് വിൽ ടേക്ക് എന്നൊരു ബെറ്റ്. എന്നെ പൊടുത്ത മട്ടിൽ അവർ മിസ്റ്റർ വൈറ്റ് നല്ല ബ്രാൻഡാണ്. ഹെങ്കലിൻ്റെ വൈറ്റ് വന്നിട്ട് പെർമനൻറ്റ് ബ്രാൻഡാണ്. ഹെങ്കോയും നല്ല ഒരു പെർമനൻറ്റ് ബ്രാൻഡാണ്. അവരെ മസ്കിറ്റോ കോയിൽ ഒന്നും ഉണ്ടായിരുന്നു. ഈ അവർ മസ്കിറ്റോ കോയിലിനെയും ഡെവലപ്പ് ചെയ്യും. വെള്ളമെന്നവർ പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. പ്രൊമോട്ടറിന് നല്ല സ്റ്റേക്ക് ഇരിക്കുന്നു. 25 ടൈംസ്. ഇന്ന് ഇറങ്ങിയെങ്കിൽ 20 ടൈംസ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ബെസ്റ്റ് ടൈം ടു ബൈ എനി സ്റ്റോക്ക് വെൻ ദർ ഇസ് ബ്ലഡ് ഓൺ ദി സ്ട്രീറ്റ്. നിങ്ങളൊന്ന് 600 രൂപയ്ക്ക് കൺസിഡർ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഈ ബ്ലഡ് ഓൺ ദി സ്ട്രീറ്റ് വാങ്ങിയാൽ തെറ്റെന്ന് പറയില്ല. ബെസ്റ്റ് ടൈം ടു കൺസിഡർ ദി സ്റ്റോക്ക് വന്ന് വെൻ ഇറ്റ് ഈസ് നോട്ട് നീഡ് ഫോർ എനിബഡി. അപ്പോൾ ഇന്നും വീഴുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് വീഴും. ഇപ്പോൾ തന്നെയല്ല JB മോർഗനെ ഞാൻ പറഞ്ഞ ടാർഗറ്റിൽ വന്നിരിക്കുന്നു. JB മോർഗൻ എന്ത് പറയുന്നു? മാർക്കറ്റ് 20,500 പോകുമെന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞു? 18 വരയ്ക്കും പോകും, 17 വരയ്ക്കും പോകുമെന്ന് പറഞ്ഞു. റൈറ്റ്. അപ്പോൾ രൂപ ഏത് വിലയിലാണ് ഇരുന്നത്? 80 80 ഇത് 100 പോയാൽ എത്ര കയറും? 20% കൂടും. നിങ്ങൾ എനിക്ക് വരഞ്ഞേ കാണിച്ചായിരുന്നു പെൻഡുലം. അതെ, പെൻഡുലം വരച്ചേ കാണിച്ചു. ഇപ്പോൾ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന മാസമായി പോയില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നു എന്ന്. 25,000 ഇവിടെ ചെല്ലുവാണെങ്കിൽ രൂപ 120 ഇരുന്നാൽ സ്വിങ്ങിങ് കയറും. സ്റ്റേക്ക് ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ഇങ്ങനെയാണ് കറണ്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നത്. മേ ബി ഇറ്റ് വിൽ സ്വിങ്, ഇറ്റ് വിൽ സ്വിങ്. യെസ്. അതിൻ്റെ ശേഷം തന്നെ തിരികെ വരും. അടുത്തത് വന്നിട്ട് ITC റിസൾട്ട്സ് ഇരിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നു. 8 രൂപ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. 14 രൂപ 50 പൈസയ്ക്ക് ഡിവിഡൻഡ് തന്നിരിക്കുന്നു. എല്ലാം ഓക്കെ. പ്രൈസ് കയറിയില്ല എന്നത് ഒന്ന്. ഓൺ ദി അതർ സൈഡ് ITC ഇൻവെൻട്രിയിൽ ഒരു 125 കോടി രൂപയ്ക്ക് സിഗരറ്റ് തന്നെ ചെയ്യാതിരിക്കുന്നു എന്ന ഒരു ന്യൂസും ഉണ്ട്. അതെ, വിൽക്കാൻ പറ്റിയില്ല. അതെ, റെഡി ചെയ്ത് വച്ചിരിക്കുന്നു, അവരെ കൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല. സിഗരറ്റ് കമ്പനിയായിട്ട് ITC ഈസ് ഫെയിലിംഗ് എന്ന് എടുക്കാമോ? അവരെ ഇവിടെ സിഗരറ്റ് കമ്പനിയേ ഇല്ല. എനിക്കതല്ല സർ, ഗോഡ്ഫ്രേ ഫിലിപ്സും അതേ പ്രോബ്ലം തന്നെ. ഗോഡ്ഫ്രേ ഫിലിപ്സ് തന്നെ ഇപ്പൊ മാർക്കറ്റ് ലീഡ് ലെവലിൽ വന്നിരിക്കുന്നു. ഒന്നുമല്ല, 70% മാർക്കറ്റ് ഷെയർ ITC. ഗോഡ്ഫ്രേ ഫിലിപ്സ് ഒരു 30% കൂടെ വന്നില്ല. 3 സിഗരറ്റ് ചെയ്യുന്നു. ഈ ഒന്ന് EST, ഗോഡ്ഫ്രേ ഫിലിപ്സ് തന്നെ ITC. ഈ 3 ITCക്കും ESTക്കും ഒരേ പ്രൊമോട്ടറാണ്. സോ അവർക്ക് 80% കിട്ടാൻ വേണ്ടിയിട്ട് വളരെ പാടല്ല. ITCയിൽ 70% ഇരിക്കുന്നു. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല ITC ഒരു ദിവസം സിഗരറ്റ് ഇല്ലാതെ ഇരിക്കുമെന്ന്. ഗോഡ്ഫ്രേ ഫിലിപ്സ് അങ്ങനെ ഇരിക്കത്തില്ല. അപ്പോൾ ടാക്സ് വേണമെന്ന നീഡിൽ ടാക്സിനെ കയറ്റിക്കൊണ്ടേ പോകുന്നു. ഒരു ലിമിറ്റിന് മുകളിൽ നിങ്ങൾ അതിൽ ടാക്സ് കയറ്റുവാണെങ്കിൽ ചൈന സിഗരറ്റിനെ വിൽക്കാൻ തുടങ്ങും. ചൈന സിഗരറ്റ് എന്ന് പറയുന്നത് സ്മഗ്ലിംഗ് ബ്രാൻഡാണ്. ഈ 20 രൂപയ്ക്കുള്ള സിഗരറ്റിന് അവർ 5 രൂപയ്ക്ക് കൊടുക്കുന്നു. ആർക്കാണ് ലോസ്? ഗവൺമെന്റിനാണ് ലോസ്. ഓക്കെ സർ. അപ്പോൾ റിസൾട്ട് എങ്ങനെയായിരിക്കും നോക്കണമല്ലോ സർ. റിസൾട്ട് വന്നിട്ട് വളരെ ഡിസപ്പോയിന്റിങ് ഇൻ ടേംസ് ഓഫ് സിഗരറ്റ്. ഇതിൽ ഇടയ്ക്ക് അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ടോപ്പ് 20% അഫ്ലുവൻസ് കേട്ട് ഉടനെ വിലയെ കയറ്റി. അഫക്റ്റ് ചെയ്യത്തില്ല ഇത്. ഇതൊരു ലിമിറ്റിൻ്റെ മുകളിൽ പോയെങ്കിൽ ഞങ്ങൾ 2 കാര്യം ചൂസ് ചെയ്യും. എയ്തർ ബീഡി അടിക്കും, ഈ ചൈന സിഗരറ്റിനെ ഇടും.
രണ്ടിലേക്ക് ഏതെങ്കിലും ഇറക്കുക. ഇന്നലെ വീഡിയോയിൽ നിങ്ങൾ പറയുമ്പോൾ ഇതിൽ എന്തെന്ന് നോക്കിക്കൊണ്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിങ്ങിൽ എന്തോ ചേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് അക്കൗണ്ടിങ് അറിയിച്ചായിരുന്നു. വന്നിട്ട് 1 month 5 note സ്റ്റാൻഡ് ഇരിക്കുന്നു. ടാക്സിനെ ടേൺ ഓവറിൽ കാണിക്കത്തില്ല. ഒരു പ്രാവശ്യം എന്ത് ചെയ്തിരിക്കുന്നത് എന്നാൽ കോമ്പൻസേഷൻസിനെ ആഡ് ചെയ്തുകൊണ്ട് എക്സ്പെൻസിനൊക്കെ വെളിയിലെടുക്കും. അതിനുശേഷം 6% സെയിൽസ് ഇൻക്രീസ് ആവും. അതിനെ 17% കാണിച്ചിരിക്കുന്നു. നമ്പർ ഗെയിം തന്നെ അല്ലേ? അതെ, നമ്പർ ഗെയിം. YTC വന്നിട്ട് നമ്പർ ഗെയിം കളിക്കാൻ നമ്പർ ഗെയിം തുടങ്ങിയിരിക്കുന്നു. വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നു. ഇറ്റ്സ് ലീഗൽ. ബട്ട് അവർ ചെയ്തിരിക്കുന്നു. റെസൻറ്റിനെയും ഈ കമ്പയർ ചെയ്യാൻ പറ്റൂല. കാരണം ഇതേ ക്വാർട്ടറിൽ തന്നെ ലാസ്റ്റ് ടൈം കൊടുത്തു. അതായത് 60% ഓഫ് ദി സ്റ്റോക്ക് ഹോട്ടലിന് വഴിയിൽ കൊടുത്തു. ഇത് കാരണം അവർ ഇപ്പം കമ്പയർ ചെയ്യാൻ പറ്റൂല. ഓക്കെ സർ, ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പോർട്ട്ഫോളിയോ നോക്കുവാണെങ്കിൽ ഇവർക്കും ഓബ്വിയസ് ആയിട്ട് ITC ഉണ്ടായിരിക്കും. ഇതിന്റെ മേളിൽ ITC കൺസിഡർ ചെയ്ത് യൂസ് ഇല്ല എന്നോ ഒരു തോട്ട് ഇരിക്കുമല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത്. വന്നിട്ട് ബഫറ്റ് പോലെ തന്നെ ഗോയിങ് 35 വർഷത്തിന് മുമ്പേ നോക്കി സ്റ്റഡി കംപ്ലീറ്റ് ആയിട്ട് ജിഗോനെ ഓൺ ചെയ്തോ. ITC ഓണൊന്നും ചെയ്യാൻ പറ്റൂല സർ, വെറുതെ ചേർത്തോണ്ട് പോവാൻ സർ. കൊണ്ടേ വാങ്ങാൻ പറ്റില്ല. 100 കോടി 1 കോടി ഷെയറിന്റെ മുകളിലായിരിക്കുന്നു. അതായത് 1 crore ഷെയറെ ഒരുപാട് ഇരിക്കുന്നു. ആരെ കൊണ്ടും ITCനെ വാങ്ങാൻ പറ്റൂല. ഗവൺമെന്റ് തന്നെ ബിഗർ ഷെയർ ഹോൾഡർ വാങ്ങാൻ വിടവില്ല. എന്ത് പറയാൻ വരുന്നത് എന്നാൽ നിനക്കൊരു എക്സാമ്പിൾ പറയാനാണ് വരുന്നത്. കോക്ക് കോല വന്ന് ന്യൂ കോക്ക് എന്ന് പറഞ്ഞ് വന്ന് ലോഞ്ചായി. ആൽമോസ്റ്റ് അത് ക്ലോസ് ആകുന്ന സമയം നോക്കി ഓൾഡ് കോക്കിനെ തിരികെ കൊണ്ടുവന്നു. ന്യൂ കോക്കയാണ് ബഫറ്റ് വാങ്ങുന്നത്. അതിനുശേഷം അവർ വിറ്റില്ല. 150 രൂപയ്ക്ക് നീ വാങ്ങിന്ന് വെച്ചിരുന്നു. ഒന്നും നിനക്ക് 10% കിട്ടിയിരിക്കുകയല്ലേ. 150 രൂപ ഇപ്പം 300 രൂപ ആയിരിക്കുന്നു. 150 രൂപ 300 നിൽക്കുന്നു. 100 ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 10 ഷെയറും കിട്ടിയിരിക്കും എക്സ്ട്രാ. അതായത് ITC ഹോട്ടൽസിൽ 10 ഷെയർ കിട്ടിയിരിക്കും. എന്ത് വിലയാണത് പോകുന്നു? 15 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിയാൽ ഇക്കിൽ 2000 രൂപയ്ക്ക് കൊടുത്തു. നീ അണ്ണയെ വിറ്റെങ്കിൽ ആർക്ക് മണിയെക്കുറിച്ച് അറിയില്ലാത്തവർ വിൽക്കും. 1500 രൂപയ്ക്ക് കൊടുത്ത് 13,500 രൂപ വെളിയിലെടുത്തിരിക്കുന്നു. 3,500 ഇവിടെ കാശിരിക്കുന്നു. ഈ വർഷത്തിന് 1,400 രൂപ കാശ് തരണം. 10% കണക്ക്. അപ്പോൾ നിങ്ങൾ പറയണത് പോലെ നോക്കിയാൽ 150 കൊറോണ ടൈം വാങ്ങിയവർക്ക് പറ്റിയത് അപ്രീസിയേഷൻ 100%, 10% എവറി ഇയർ ഇൻട്രസ്റ്റ് വരുന്ന പോലെ വരുന്നു. ഇൻട്രസ്റ്റ് പ്ലസ് 1,500 തിരികെ കൊടുത്തിരിക്കുന്നല്ലേ. ഇന്നിരിക്കുന്ന 300 ഇനി ഒരു 5 വർഷമോ 10 വർഷമോ കളിന് 600 ആയിട്ടേ മാറും. അതായത് കൊറോണ ടൈമിൽ 150 ഇരുന്ന് ഇപ്പൊ 300. അതായത് 5 to 6 years ടൈം എടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് 5 to 6 years ടൈം എടുക്കുന്നു എന്നാൽ ഇറ്റ് ഈസ് 300 യുഡിബിന് ഡീലിന്റെ കൂടുതലാകുമോ? ആകും. പ്രോഫിറ്റ് കയറുമല്ലോ പിരിക്കുന്നല്ലേ. ആൻസർ അല്ല. 10 വർഷത്തിന് മുമ്പ് അതർക്കനുസരിച്ച് എന്ത് ചെയ്തിട്ടിരുന്നു? ഇപ്പൊ അവർ എന്ത് കാശ് നോക്കുന്നു? FMCG ഇന്ന് കൂടുതൽ ചെയ്യുന്ന കാർഡ്സ്. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്യാൻ പറയുന്നു എന്നാൽ എൻ്റെ അടുത്ത് ഇപ്പൊ കാശിരിക്കുന്നു. അപ്പം ഞാൻ അതിന് സ്പെൻഡ് ചെയ്യും. 1,500 രൂപയ്ക്ക് എന്നെ കൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ 5 പാക്ക് ചെയ്ത് ഞാൻ പോക്കറ്റിൽ ഇട്ടിരിക്കും. വേറൊന്നും കുറിച്ച് ചിന്തിക്കത്തില്ല. കാശിന് മടക്കും അല്ലേ? അതെ. ഓക്കെ സർ, താങ്ക് യു സർ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ഇനിയും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.